Good evening, sir. Good evening, sir. Sir, in the social class, Sir, in the social science in the class, group Sir, in the social science class. ബോർഡ് നേരാക്കാൻ വന്നതായിരിക്കും. അമ്മത് കുറച്ച് പിടിക്കും. റെഡിയാക്കിക്കൊണ്ടിരിക്കാം. ഹലോ.
കുട്ടി അല്ല ഇത് ആ ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ടോ? ഇതെന്റെ ക്ലാസ്സാ. മണ്ടാളെ ഞാൻ എപ്പോഴെന്താ അറിഞ്ഞില്ലേ? അമ്മ പറഞ്ഞ മാച്ച് എല്ലാവരും മ്യൂട്ട് ചെയ്യൂട്ടോ. ഇല്ലട്ടോ. നമ്മളെ ഏതാണ് ഗുഡ് ഈവനിങ് സർ. 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 ചീവിട്ട് മുളക്കി കെട്ടിട്ട് എണ്ണ അവസാനം മിക്സർ മാത്രം രാവിലെ ചായ വെള്ളം എടുത്ത് കുടിക്കാൻ മൈസൂർ പാക്ക് അതെ. ഗുഡ് ഈവനിങ് സർ. ഹലോ മക്കളെ, കേക്കാവോ? പറയുന്നത് കേക്കാവോ? കേൾക്കാനുണ്ട് സർ. ഓക്കെ 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 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാ പറഞ്ഞു നിർത്തിയേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാ പറഞ്ഞു നിർത്തിയേ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഹലോ. എവിടെയാ? വീരശൈവ മൊമെന്റ് പറഞ്ഞു. ഓക്കെ, അതില് നമ്മള് മറ്റേ ഇമ്പോർട്ടന്റ് പോയിന്റ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. കുലശേഖര ആഴ്വരെ കുറിച്ച് പറഞ്ഞായിരുന്നോ? കുലശേഖര ആഴ്വരെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ? പറഞ്ഞോ? ഹലോ, ഒരാൾ പറ. കുലശേഖര ആഴ്വരെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ. പിന്നെ നമ്മളെ ഈ നാലായിരത്തി പ്രബന്ധം എന്ന് പറഞ്ഞാല് 12 ആഴ്വര് ചേർന്നിട്ടാണ് ഉണ്ടാക്കിയതെന്നും 63 നായനാർമാര് ചേർന്നിട്ടാണ് തിരുമുറൈകൾ ഉണ്ടാക്കിയതെന്നും പറഞ്ഞായിരുന്നോ? അതും പറഞ്ഞായിരുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബസവനെ കുറിച്ചിട്ടാണ്. ആരെ കുറിച്ചിട്ടാ? ബസവനെ കുറിച്ചിട്ടാണോ? അല്ലേ സാറേ മണ്ട ഉണ്ടാക്കിയ അതെ അതെ കുറിച്ച് പറഞ്ഞു. പറഞ്ഞിരുന്നോ? ഇല്ല സാറേ. ഓക്കെ, ആ അനുഭവം പറഞ്ഞതാണല്ലോ. അനുഭവ മണ്ഡപം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം മൂപ്പര് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഒരു സ്പിരിച്വൽ ഫോറം ആണത്. പ്രഭു വക്ക മഹാദേവിയാണ് അത് ലീഡ് ചെയ്തിരുന്ന ആൾക്കാര്. പറഞ്ഞിരുന്നു. ഓക്കെ, അതിൽ നിന്ന് ഐഡിയാസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു? വചനം എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കും, റിട്ടേൺ ചെയ്ത് വെക്കുന്നു. അതൊക്കെ പറഞ്ഞായിരുന്നില്ലേ? അപ്പൊ വീരശൈവ മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ? ബ്രാഹ്മണിക്കൽ സുപ്രീമസി ആണ്, വേദാസിന്റെ കോതന്റിസിറ്റി ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും വിമൻ ഇക്വാലിറ്റിനെ കുറിച്ച് അവർ എഡ്യൂക്കേറ്റ് ചെയ്തു. പിന്നെ മോണോത്തിസം, ഏകദൈവ വിശ്വാസത്തിനൊക്കെ അവർ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ വർക്കിനെയൊക്കെ കുറിച്ചിട്ട് അവര് എന്താ പറയാ, അത് പറഞ്ഞായിരുന്നില്ലേ? വർക്കിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവര് പറഞ്ഞു എന്നുള്ളത് പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബസവണ്ണയുടെ മെസ്സേജസിനെ കുറിച്ചിട്ട്. എനിക്ക് തോന്നുന്നു അവിടെയാണ് നമ്മൾ സ്റ്റക്ക് ആയത്, അവിടെയാണ് നിന്നത്. മക്കളെ, ബസവണ്ണയുടെ എന്താ പറയാ മെസ്സേജസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, മെസ്സേജ് ഓഫ് ബസവണ്ണ കേട്ടോ. ബസവണ്ണയുടെ മെസ്സേജ് അല്ലെങ്കിൽ എന്താ പറയാ മെസ്സേജ് അല്ലെങ്കിൽ എന്താ പറയാ നിർദ്ദേശങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് പറയാം.
സന്ദേശം വെരി ഗുഡ് ആ വേർഡാണ് ഞാൻ വിട്ടുപോയത്. സന്ദേശം. എന്താണ് ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്നാ പറയുന്നത്? ഒന്ന് പറയണ പറയട്ടെ മക്കളും പറയട്ടെ. എല്ലാരും മ്യൂട്ട് ചെയ്യട്ടോ. തോട്ട് ആക്ഷൻ ആർ ഗുഡ്. നോക്കിയേ, തോട്ടും അല്ലെങ്കിൽ ചിന്തയും, തോട്ട് ആൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിന്തയും പ്രവൃത്തിയും നന്നായാൽ, ചിന്തയും പ്രവൃത്തിയും നന്നായി കഴിഞ്ഞാല് അതെന്ത് ചെയ്യും? നമ്മൾ നാഷനെ ഡെവലപ്പ് ചെയ്യും എന്നാ പറഞ്ഞത്. അതായത് രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാവും എന്നാ പറയുന്നത്. ഒന്നാമത് ബസവണ്ണയുടെ സന്ദേശങ്ങൾ, മെസ്സേജസ് ആണ്. ഒന്ന് പറയുന്നത് നമ്മുടെ ചിന്തയും അതേപോലെ തന്നെ നമ്മുടെ ആക്ഷൻ, പ്രവൃത്തിയും കൂടി നന്നായി കഴിഞ്ഞാല് അതെന്താന്ന് പറഞ്ഞാൽ അത് നമ്മളെ നാഷനെ എംപവർ ചെയ്യും, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാവും എന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, ഓൾ ഹ്യൂമൻസ് ഹാവ് റൈറ്റ്സ്. എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ അവകാശങ്ങളുണ്ട്. എങ്ങനെ? എല്ലാവർക്കും അവകാശം. എങ്ങനെയാണ് ഈ അവകാശമുള്ളതെന്നാ പറഞ്ഞത്? ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. അതായത് ജാതി ഒന്നും നോക്കാതെ, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ജാതി നോക്കാതെ കേട്ടോ, ജാതി നോക്കാതെ, അതായത് ജാതി നോക്കാതെ എല്ലാവർക്കും എന്തുണ്ട്? തുല്യമായ അവകാശങ്ങളുണ്ട്. അവിടെ മറ്റേ അവർണനെന്നോ സവർണനെന്നോ ഒന്നുമില്ല, എല്ലാവർക്കും എന്തുണ്ട്? എല്ലാ മനുഷ്യർക്കും ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. അത് കാസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു എന്താ പറയാ, ഒരു മാനദണ്ഡം അല്ല, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറി അല്ല എന്നാ പറയുന്നത്. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോ മീഡിയേറ്റേഴ്സ് റിക്വയർ ടു എന്തിനാണ്? വേർഷിപ്പ്. അതായത് നോക്കിയേ, ആരാധനയ്ക്ക് മധ്യസ്ഥരുടെ ആവശ്യമില്ല. അപ്പൊ അവര് പറഞ്ഞത് എന്താ? ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും സർവ്വവ്യാപി ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് എന്ത് ചെയ്യും? ദൈവം എന്ന് പറയുന്ന ഒരു സർവ്വവ്യാപി ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? പൂജാരിമാരുടെ ഒന്നും ആവശ്യമില്ല. എന്തിന്? പൂജാരിമാരുടെയോ അതേപോലെ ഉസ്താദുമാരുടെ ഒന്നും അങ്ങനെ ഒരു മീഡിയേറ്റർ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ എന്താണ്? മീഡിയേറ്റേഴ്സിന്റെ ആവശ്യമില്ല. അതായത് ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ ഇതൊന്ന് കാണായിരുന്നു, അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ മീഡിയേറ്റേഴ്സിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. തോട്ടും ആക്ഷനും ഗുഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ നാഷൻ എന്ത് ചെയ്യും? എംപവർ ചെയ്യും, അല്ലെങ്കിൽ നാഷൻ ഡെവലപ്പ്. അതായത് ചിന്തയും പ്രവൃത്തിയും ശരിയാണെങ്കിൽ രാജ്യം പുരോഗതി പ്രാപിക്കും. രണ്ടാമത് നമ്മൾ പറയുന്നത് എല്ലാ ഹ്യൂമൻസിനും എന്തുണ്ട്? റൈറ്റ്സ് ഉണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഒന്നും കൂടാതെ അവർക്ക് എന്തുണ്ട്? ഒന്നുകൂടി ഞാൻ പോയിന്റ്സ് പറഞ്ഞുതരാം. തോട്ടും ആക്ഷനും എന്ത് ചെയ്യാണ്? നല്ലതാണെങ്കിൽ നമുക്കൊരു നമ്മുടെ നാഷൻ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ ഹ്യൂമൻസിനും ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റില് എന്തുണ്ട്? അവകാശങ്ങളുണ്ട്. എല്ലാ ആളുകൾക്കും ഒരു എന്തുണ്ടെന്നാ പറഞ്ഞ അവകാശങ്ങളുണ്ട്, ജാതി നോക്കാതെ. അടുത്തത് പറയുന്നത് നോ മീഡിയേറ്റേഴ്സ് റിക്വയർഡ് ടു വർഷിപ്പ്. അതായത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് ചെയ്യണ്ട? നിങ്ങൾക്കൊരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് പോയി അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതി. കാരണം ദൈവം എന്ന് പറയുന്നത് തൂണിലും തുരുമ്പിലൊക്കെ ഉണ്ടെന്നാണ്. തൂണിലും തുരുമ്പിലൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ നിങ്ങൾക്ക് ഒരാളുടെ ആവശ്യമില്ല പ്രാർത്ഥിക്കണമെങ്കിൽ. അടുത്തത് പറയുന്നത് നോ റീബർത്ത്, ലിവ് ദിസ് ലൈഫ് ബ്ലിസ്ഫുള്ളി എന്നാണ്. അതായത് നമുക്ക് ഇവിടെ നിന്നാണ് മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വർഗവും നരകവും ഒന്നും ഇല്ല.
ഓക്കെ, നമുക്ക് സ്വർഗവും നരകവും എന്താ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്, നമ്മളിപ്പോ സോൾവ് ചെയ്യും. അപ്പോ നോ റീബർത്ത്, അതായത് പുനർജന്മം എന്ന് പറഞ്ഞിട്ടൊരു സാധനമല്ല. അതായത് ചില ആളുകളുണ്ടല്ലോ, ചില ആളുകൾ പറയില്ലേ, ഓനിപ്പോ വരും ജന്മത്തിൽ പട്ടിയായിട്ട് ജനിക്കട്ടെ, പൂച്ചയായിട്ട് ജനിക്കട്ടെ എന്ന്. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇവിടെ നിന്നാണ് ഇവിടെ മരിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ പരിപാടി തീരും, ഈ ചാപ്റ്റർ തീരും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, മണ്ണിന്റെ അടിയിലോ അല്ലെങ്കിൽ ആരെയും കത്തിച്ചൊക്കെ വിടും. ഓക്കെ, അല്ലാതെ അത് വേറെ ഒരു സംഭവമൊന്നുമില്ല. പിന്നെ പറയുന്നത് ലീവ് ദിസ് ലൈഫ് ബ്ലിസ്ഫുള്ളി എന്നാണ്. അതായത് ഉള്ള ജീവിതം എന്ത് ചെയ്യുക, സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, പോയിന്റ്സ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇഫ് തോട്ട് ആൻഡ് ആക്ഷൻ ആർ ഗുഡ്, the nation will prosper. അതായത് മക്കളെ സംസാരിക്കല്ലേ. ഓക്കെ, അപ്പോ ചിന്തയും പ്രവൃത്തിയും ആയാൽ എന്ത് ചെയ്യും, നമ്മുടെ രാജ്യം ഉയർച്ച നേടും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഈക്വൽ റൈറ്റ്. അതായത് എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും ഒരു സെർട്ടൈൻ അല്ലെങ്കിൽ ഒരു റൈറ്റ്സ് ഉണ്ട്, അവകാശങ്ങളുണ്ട്. പിന്നെ പറയുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മീഡിയേറ്റേഴ്സിന്റെ ആവശ്യമില്ല. വേറെ പറയുന്നത് നോ റീബർത്ത്, ലിവ് ദിസ് ലൈഫ് ബ്ലിസ്ഫുള്ളി. അതായത് പുനർജന്മം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഒന്നുമില്ല, ഇപ്പൊ ജീവിക്കുന്നത് സന്തോഷമായിട്ട് ജീവിക്കുക. ഇതാണ് ബസവണ്ണയുടെ മെസ്സേജ് എന്ന് പറഞ്ഞാല്. ഓക്കെ, ആർക്കെങ്കിലും ഈ പോയിന്റ്സ് ക്ലിയർ ആവാത്തുണ്ടോ? ഓക്കെ, കൂടി പറഞ്ഞുതരുമോ? ഏത്? അതായത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട? പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. അതായത് ഞാൻ വഴിയാണ് ദൈവത്തിനെ കോണ്ടാക്ട് ചെയ്യാന്നുള്ള ഒരു സംഭവമൊന്നുമില്ല. നിങ്ങള് ഒരു ഹിന്ദി സിനിമ ഇറങ്ങിയായിരുന്നു, മറ്റേ നമ്മുടെ PK എന്ന് പറഞ്ഞിട്ട് അമീർ ഖാന്റെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ട്. ഒരു മൊട്ട സന്യാസി ഉണ്ട്. ആ മൊട്ട സന്യാസി പറയും, ഞാനാണ് മറ്റേ ദൈവത്തുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ഒരാള്. അപ്പൊ എന്നെ വഴി വേണം എന്ത് ചെയ്യാൻ, ദൈവത്തിലേക്ക് എത്താൻ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ അമീർ ഖാൻ പറയും, അതൊന്നും ശരിയാവില്ല, എന്താ മൂപ്പർക്ക് ചെവിയൊന്നുമില്ലേ, ദൈവത്തിന് ചെവിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര രസമുള്ള ഒരു സിനിമയാണത്. നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി പറയും. ബസവണ്ണനെ കുറിച്ചിട്ടാണോ? ബസവണ്ണയെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് കബീറിനെ കുറിച്ചിട്ടാണ്. കബീർ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. കബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ഉത്തർപ്രദേശിലാണ് ആള് ജനിച്ചത്. ആ പോയിന്റ്സ് നിങ്ങളൊന്ന് എഴുതി വെച്ചോട്ടെ. ഞാൻ പറയുമ്പോ ആ പോയിന്റ്സ് ഒന്ന് എഴുതി വെച്ചോ. നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാ. ഓക്കെ, ഇന്നത്തെ ഉത്തർപ്രദേശിലാണ് നമ്മുടെ കബീർ എന്ന് പറയുന്ന ആള് ജനിച്ചിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാലേ, നിങ്ങളൊരു 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ കബീർ ദാസിന്റെ കുറെ ദോഹകൾ പഠിക്കാനുണ്ട്. ദോഹ എന്നാണ് അതിന് പറയാ, ദോഹ. ഈ ദോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ കവിതകൾ ഉണ്ടല്ലോ, പോംസ് ഇല്ലേ, പോംസ്. ഈ പോംസ് പോലെ എഴുതുന്ന ഒരു സംഭവമാണ് ഈ ദോഹ എന്ന് പറഞ്ഞാല്. ദ്രോഹയല്ല കേട്ടോ, ദോഹ. ഓക്കെ, നമ്മൾ അങ്ങനെ തന്നെയാ പറയാ, കബീർദാസിന്റെ ദോഹ എന്ന് തന്നെയാ പറയാ നമ്മള്. ഓക്കെ, അപ്പോ ഇന്നത്തെ ഉത്തർപ്രദേശില് 15th സെഞ്ചുറി 15ാം നൂറ്റാണ്ടിലാണ് ആര് ജനിച്ചിട്ടുള്ളത്? നമ്മുടെ കബീർ ജനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് UP യിലാണ് ആള് ജനിച്ചിട്ടുള്ളത്. ഏതാ വർഷം? 15th സെഞ്ചുറിയിലാണ് ആള് ജനിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ദോഹ എന്ന കീർത്തന ഹിംസ്. ഓക്കെ, ഹിംസ് എന്ന് പറയുന്നത് എന്താ? ദോഹ എന്നാണ് അറിയപ്പെടുക. നമ്മൾ കീർത്തനങ്ങളൊക്കെ പറയില്ലേ, ഈ കബീർദാസിന്റെ ഈ കീർത്തനങ്ങളൊക്കെ നമ്മൾ ദോഹ എന്നാണ് പറയുക. ഈ കബീർദാസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, നിങ്ങള് ആരൊക്കെ കഥകളി കണ്ടിട്ടുണ്ട്? കഥകളി എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാൻ ഓട്ടൻതുള്ളല് കണ്ടിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്? ഓട്ടൻതുള്ളല് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒരാൾ ഉത്തരം പറയാം. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് കഥകളി കാണുന്നതാണോ മനസ്സിലാവുക, അത് ഓട്ടൻതുള്ളല് കാണുമ്പോഴാണോ മനസ്സിലാവുക? ഓട്ടൻതുള്ളല് കാണും. അതെന്താ നിങ്ങൾക്ക് കഥകളി കാണുമ്പോ മനസ്സിലാവാത്ത? എന്താ? അത് രണ്ട് ഭാഷകളും കൂടി കലർന്നിട്ടുള്ളതാണ്. എന്താണ്? രണ്ട് ഭാഷകൾ, സംസ്കൃതവും
പിന്നെ അവിടെയാണ് അതിന്റെ പ്രശ്നം. അതായത് ഓട്ടൻതുള്ളൽ ഇപ്പൊ കഥകളൊക്കെ ഏതാണ്ട് എന്താ ഒരേപോലെ ഉള്ളെ? സംസാരിക്കല്ലേ, കഥകൾ ഏതാണ്ട് ഒരേ കഥകൾ തന്നെയാ പറയുന്നത് അല്ലേ? അയ്യോ, ആരാണ് അവിടെ സംസാരിക്കുന്നത്? നിങ്ങള് സംസാരിക്കുമ്പോ മാന്യമായിട്ട് സംസാരിക്കണേ. കാരണം നമ്മളിതൊരു നിങ്ങളിതില്ല എന്താ പറയാ റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ് അല്ലേ. അപ്പൊ വല്ലതും സംസാരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. ഓക്കെ, അത് ഇനി ആവർത്തിക്കാൻ പാടില്ല കേട്ടോ ആള്. ഓക്കെ, അപ്പോ ഓട്ടൻതുള്ളലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പറയുന്നത് രണ്ടും രാമായണവും മഹാഭാരതം ഇങ്ങനത്തെ കഥകളൊക്കെയാണ് പറയുക. പക്ഷേ രണ്ടും പറയുന്ന ലാംഗ്വേജിൽ വ്യത്യാസമുണ്ട്. കഥകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കുറേയും കൂടി സംസ്കൃതം ഓറിയന്റഡ് ആയിട്ട് സംസ്കൃത കേന്ദ്രീകരിച്ചിട്ടാണ് എന്താ പറയാ കഥകളൊക്കെ ഉള്ളത്. എന്നാൽ ഓട്ടൻതുള്ളൽ അങ്ങനെയല്ല. ഓക്കെ, ഓട്ടൻതുള്ളൽ എന്താ മിക്കതും ഒരു മെജോറിറ്റി മലയാളം നമുക്കൊക്കെ അറിയുന്ന വാക്കുകളാണ് അവർ ഉപയോഗിക്കുക. അത് തന്നെയാണ് നമ്മുടെ കബീർദാസിന്റെ പ്രത്യേകത. മക്കളെ സംസാരിക്കില്ലേ മക്കളെ? ഈ കബീർദാസിന്റെ പ്രത്യേകത അങ്ങനെയാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് മൂപ്പര് ഈ ദോഹകൾ എഴുതിയത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഏത് അക്ഷരാഭ്യാസം ഉള്ള ആളുകൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. ഈ മറ്റേ കബീർദാസ് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ആദ്യത്തെ പോയിന്റ് 15th സെഞ്ചുറി യുപിയിലാണ് ജനിച്ചത്. ഹിംസിന് ദോഹ എന്നാണ് അറിയപ്പെടുക. അതുപോലെ തന്നെ എവരിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അടുത്ത പോയിന്റ് സ്റ്റാൻഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. അതായത് അന്നത്തെ കാലത്ത് തന്നെ ഈ 15ാം നൂറ്റാണ്ടിൽ തന്നെ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു ദ്വന്ദ്ം, അതായത് അവർ രണ്ടും ഒരാൾക്കാരല്ല, രണ്ട് ജാതി, രണ്ട് മതം. അപ്പോ നമുക്ക് അങ്ങനെ എന്താ പറയാൻ പറ്റില്ല, അവരൊന്നാണെന്നൊന്നും പറയാൻ പറ്റാത്തൊരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ, ഹിന്ദു മുസ്ലിങ്ങളും ശത്രുക്കളാണെന്നൊക്കെ പറഞ്ഞു വരുത്തുന്ന കുറെ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ആ സമയത്ത് കബീർദാസ് എന്ത് ചെയ്തു എന്നറിയോ? അവര് ഹിന്ദു മുസ്ലിമും നമ്മളൊക്കെ വന്നിട്ടുള്ളത് ഒരേ പരമ്പരയിൽ നിന്നാണ്. നമ്മുടെ ലെഗസി പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരുപോലെയാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ പരസ്പരം അങ്ങനെ തല്ലുകൂടരുത്, എല്ലാവരും ഒരു ദൈവത്തിൽ നിന്ന് വന്ന് ഒരേ ദൈവത്തിന്റെ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു പോകേണ്ട ആൾക്കാരാന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ എന്ത് ചെയ്തു, ആ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രയത്നിച്ചു. അതുപോലെ തന്നെ മൂപ്പര് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ഹിന്ദു മുസ്ലിം യൂണിറ്റിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഹിന്ദു ആൻഡ് മുസ്ലിംസ് ആർ ടു വെസൽസ് മെയ്ഡ് ഓഫ് ദ സെയിം സോയിൽ. അതായത് ഹിന്ദു മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് പാത്രങ്ങളാണ്. അത് ശരിയാണ്, ഹിന്ദുവിന്റെ കൾച്ചർ വേറെ, മുസ്ലിമിന്റെ കൾച്ചർ വേറെ, അങ്ങനെ രണ്ട് വെസൽസ് ആണ്. പക്ഷേ എന്താണ് അത്, ആ രണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ മണ്ണുകൊണ്ടാണ്. അതായത് അവരെല്ലാം വന്നിരിക്കുന്ന ഒരു ദൈവം സൃഷ്ടിച്ച് ഒരു ദൈവത്തിൽ നിന്നാണ് അവരെല്ലാരും വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ സയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഈ കബീർദാസിന്റെ ആ ഒരു ആശയം നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം വന്നിട്ടുള്ളത് ഒരു പോയിന്റിൽ നിന്നാണ്. എന്നിട്ട് അത് എവല്യൂഷൻ സംഭവിച്ചാണ് ഇന്ന് കാണുന്ന ആൾക്കാരൊക്കെ എത്തിയത് എന്നാ പറഞ്ഞത്. അടുത്ത പോയിന്റ്. അപ്പോ പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് പറയുന്നത് ഒന്നുമില്ല, ഹിന്ദു ആൻഡ് മുസ്ലിംസ് ആർ ടു വെസൽസ് മെയ്ഡ് ഓഫ് ദ സെയിം സോയിൽ. അതായത് ഒരേ മണ്ണുകൊണ്ട് നിർമ്മിച്ച രണ്ട് പാത്രങ്ങളാണ് ആര്, നമ്മുടെ ഹിന്ദുസും മുസ്ലിംസും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എഗെയിൻസ്റ്റ്, മൂപ്പര് കുറെ എണ്ണത്തിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. ഏതിനൊക്കെ ആയിരുന്നു? കാസ്റ്റ് സിസ്റ്റം. അപ്പോ 15ാമത്തെ സെഞ്ചുറിയിൽ കേട്ടോ. മൂപ്പര് ഈ കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, റിലീജിയസ് റിച്വൽസ്, പോസ്റ്റ് ഡെത്ത് റിച്വൽസ്, ഐഡൽ വേർഷിപ്പ്, ഇതിനൊക്കെ എതിരായിരുന്നു. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, റിലീജിയസ് റിച്വൽസ്, പോസ്റ്റ് ഡെത്ത് റൈറ്റ്സ്, ഐഡൽ വേർഷിപ്പ്. ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. അതായത് ജാതി വിവേചനത്തിനെതിരായിരുന്നു, തൊട്ടുകൂടായ്മയ്ക്കെതിരായിരുന്നു, മതപരമായ ആചാരങ്ങൾക്കെതിരായിരുന്നു, പുനർജന്മം അല്ലെങ്കിൽ മുൻപ് ജനിച്ച ജന്മം, അങ്ങനെ ഒരു അതുണ്ടല്ലോ, ഞാൻ മുൻ ജന്മത്തിൽ ഞാൻ ഇതായിരുന്നു, അടുത്ത ജന്മത്തിൽ ഞാൻ അതായി പോകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോസ്റ്റ് ഡെത്ത്, അതായത് മരണശേഷമുള്ള ഇതിനൊക്കെ എതിരായിരുന്നു ആള്, മരണാനന്തര ചടങ്ങിനൊക്കെ. അതേപോലെ തന്നെ ഐഡൽ വേർഷിപ്പ്, വിഗ്രഹാരാധനയ്ക്കൊക്കെ എതിരായിരുന്നു. അതായത്
നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരു വിഗ്രഹം നോക്കിയിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ആളായിരുന്നു കബീർ ദാസ്. ഓക്കെ, അപ്പൊ കാസ്റ്റ് സിസ്റ്റം, ജാതി സമ്പ്രദായം, അൺടച്ചബിലിറ്റി. ഓക്കെ, അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കാസ്റ്റ് സിസ്റ്റം, ഓക്കെ, അൺടച്ചബിലിറ്റി, സാർ അൺടച്ചബിലിറ്റി. ഒരു മിനിറ്റ് മക്കളെ. ഓക്കെ. പറഞ്ഞോ. റിലീജിയസ്. കബീറിന്റെ ആദ്യത്തെ ബർത്ത് തൊട്ടിട്ടൊന്ന് എഴുതി തരും. ബർത്ത് തൊട്ട് എഴുതണോ? ഓക്കെ, ഒന്ന് നോക്കിക്കേ. അല്ല സാറേ, കബീർ ഇത് ദാസ്. സ്ക്രീൻ ഷെയർ ചെയ്യണില്ല. ഇല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല? ഇല്ല സാർ. നോ സാറേ. ആണോ? ഓക്കെ, ഒരു മിനിറ്റ്. അപ്പൊ മക്കളെ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒന്ന് 15th സെഞ്ചുറിയിലാണ് എന്ത് ചെയ്തിട്ടുള്ള ആള് ജനിച്ചിട്ടുള്ളത്. ഓക്കെ, 15th സെഞ്ചുറിയിലാണ് ആള് ജനിച്ചിട്ടുള്ളത്. ഇപ്പൊ കാണാവോ? സാറേ യെസ്. കാണാനുണ്ട് സാറേ. കാണാണ്ട് അല്ലേ? അതപ്പോ വരുവേ. ഓക്കെ, ഒന്ന് കാസ്റ്റ് സിസ്റ്റത്തിനെതിരായിരുന്നു, അൺടച്ചബിലിറ്റിക്ക് എതിരായിരുന്നു, റിലീജിയസ്. മക്കളെ അതൊന്ന് വരയ്ക്കാതിരുന്നേടാ ബോർഡില്. നിങ്ങൾ ആ വരച്ചവരൊന്ന് വായിച്ചത്. മക്കളെ വരക്കില്ലടാ, ആരും വരച്ചവരൊന്ന് വായിച്ചത്. ആ സന്ധ്യയൊക്കെ വരച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് വായിച്ചേ സന്ധ്യ. വേറെ ആരാ മഞ്ഞ വര വരച്ചാരാ? മക്കളെ അതൊന്നും വായിക്കും, ഇല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റില്ലേ. ഷഹനാസ് ഒന്ന് വായിച്ചത്. ഇനി ആരാ ഉള്ളത്? അവാനി ആരാ? അവാനി ആവണി ആയിരിക്കും അല്ലേ? പർവണ ഒന്ന് വായിച്ചേ. പർവണേ, നിങ്ങൾ ഞാൻ പറയാൻ നിക്കണ്ട, അതൊന്നും വായിച്ചെല്ലാവരും. അവനെ വരച്ചവര്. നിങ്ങൾക്കില്ലെങ്കിൽ ഇങ്ങനെ ഈ സ്ലൈഡേ കിട്ടുള്ളൂ കേട്ടോ. ഈ സ്ലൈഡ് കിട്ടിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, നമ്മൾ ഇവിടുന്ന് പറ്റുന്നത്ര നോട്ട്സ് ഒക്കെ തരാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നോട്ടായിരിക്കും കിട്ടുക. ഓക്കെ, ഒന്ന് കാസ്റ്റ് സിസ്റ്റത്തിനെതിരായിരുന്നു, അൺടച്ചബിലിറ്റിക്ക് എതിരായിരുന്നു, റിലീജിയസ് റിച്വൽസിനെതിരായിരുന്നു, പോസ്റ്റ് ഡെത്ത് റൈറ്റ്സിനെതിരായിരുന്നു, ഐഡൽ വേർഷിപ്പിനെതിരായിരുന്നു. അപ്പോ ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് ഈ ക്രിട്ടിസൈസ്ഡ് കാസ്റ്റ്, റിലീജിയസ്, റേസ്, ലെഗസി, വെൽത്ത്. അതായത് കാസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റത്തിനെ മൂപ്പര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. റിലീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. റേസ് എന്ന് പറഞ്ഞാൽ വംശം. അപ്പൊ ജാതി, മതം, എന്താ പറയാ, വംശം. ലെഗസി എന്ന് പറഞ്ഞാൽ പാരമ്പര്യം എന്നാണ് നമ്മൾ പറയാ. ലെഗസി, LEGACY, ലെഗസി. അതായത് ലെഗസി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ, മറ്റേ നമ്മളെ ബാബറിന്റെ കാര്യം പറഞ്ഞു, ഞാൻ ചെങ്കിസ് ഖാന്റെ ബാക്കിയാണ്, ഞാൻ എന്താ പറയാ അക്ബറിന്റെ ബാക്കിയാണെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ലെഗസീനൊക്കെ എന്ത് ചെയ്തു മൂപ്പര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പണിയെടുത്താലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ. ഒന്നുമില്ലടാ, ഹി ക്രിട്ടിസൈസ്ഡ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലെഗസി, വെൽത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത്. അപ്പൊ ഇതിനൊക്കെ ആരെന്ത് ചെയ്തിട്ടുണ്ട്? ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എഴുതി തരാടാ. ഇതിലേ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ബോർഡിന് എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ സ്ക്രീൻ ഷെയർ ചെയ്ത് വരാൻ എന്തോ ഒരു പ്രയാസം. ഓക്കെ, അടുത്തത് പിന്നെന്ത് ചെയ്തു? ഈ മറ്റേ നമ്മുടെ കബീർ ദാസിന്റെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ വിഗ്രഹാരാധന, വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കില്ലേ, ആ സംഭവമാണ് ഐഡൽ വേർഷിപ്പ് എന്ന് പറഞ്ഞ കേട്ടോ. പിന്നെ ക്രിട്ടിസൈസ്ഡ് എന്നാണ്, വിമർശിക്കുക എന്നാണ് നമ്മൾ പറയാൻ. ഓക്കെ മക്കളെ, ഓക്കെ ഒന്ന് കബീർദാസിന്റെ നോക്കി. കബീർദാസിന്റെ ഒന്നാമത്തെ പോയിന്റ്, 15th സെഞ്ചുറിയിലാണ് മൂപ്പര് ജനിച്ചിട്ടുള്ളത്. ഇന്നത്തെ യു പി എന്ന് പറയുന്ന സംസ്ഥാനത്താണ് മൂപ്പര് എന്ത് ചെയ്തിട്ടുള്ളത്? ജനിച്ചിട്ടുള്ളത്.
ഹിംസിന് അല്ലെങ്കിൽ കീർത്തനങ്ങളെ ദോഹ എന്നാണ് അറിയപ്പെടുക. ദോഹകൾ എന്നാണ് മൂപ്പര ഹിംസിനെ അറിയപ്പെടുക. അതേപോലെ തന്നെ എവരിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി. ക്ലാസ്സില് നോക്കി എഴുതണേല് പ്രശ്നമൊന്നുമില്ലല്ലോ. നോട്ട്സ് സെൻഡ് ചെയ്യണത് ഇല്ലടാ മക്കളെ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഞാൻ നോട്ട് ഈ സാധനം അയച്ചു തരാം. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റാൻഡ് ഫോർ ഹിന്ദു ആൻഡ് മുസ്ലിം യൂണിറ്റി. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യം എന്നാണ്. ഐക്യം. എല്ലാവർക്കും മനസ്സിലാവാന്ന് പറയുമ്പോ വെർനാക്കുലർ ലാംഗ്വേജിലാണ്. ഓക്കെ, അങ്ങനെയല്ലേ മക്കളെ, നമ്മുടെ സിമ്പിൾ ലാംഗ്വേജ് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, സുകുമാർ അഴീക്കോട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കേട്ടിട്ടുണ്ടോ? മൂപ്പര് ഭയങ്കര എന്താ പറയാ പണ്ഡിതനായിരുന്നു, മലയാളിയാണ്, ഭയങ്കര പണ്ഡിതനാണ്. മൂപ്പരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവില്ല മലയാളത്തിൽ ഇങ്ങനത്തെ ഒക്കെ വാക്കുകൾ ഉണ്ടോന്ന് വിചാരിക്കും നമ്മൾ. നേരെ മറിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം എന്താ, ബഷീറിന്റെ എഴുത്ത് ഭയങ്കര സിമ്പിൾ ആണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മൂപ്പര് എഴുതും. അതാണ് വ്യത്യാസം. ഓക്കെ. ഐക്യം ആൻഡ് ബ്രദർഹുഡ് എന്നാണ്. ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ സാഹോദര്യം എന്നാണ് അർത്ഥം. സാഹോദര്യം. ഓക്കെ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മൂപ്പര് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, കാസ്റ്റ് സിസ്റ്റം, കാസ്റ്റ്, റിലീജിയൻ, അൺടച്ചബിലിറ്റി. ഓക്കെ, അൺടച്ചബിലിറ്റി. മക്കളെ നിങ്ങൾക്ക് ഏതെങ്കിലും മലയാളം വേണമെങ്കിൽ പറയണേ. റിലീജിയസ് ഏതാണ് മക്കളെ? ഫസ്റ്റത്തെ പോയിന്റ് ഇത് ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്നാണ്. അതിനു വേണ്ടിയിട്ട് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതെ, കാസ്റ്റ്. അതേപോലെ തന്നെ ഇതിനെ നമുക്ക് കാസ്റ്റ് എഗെയിൻസ്റ്റ് എന്ന് എഴുതാം. എഗെയിൻസ്റ്റ്. ഓക്കെ. എഗെയിൻസ്റ്റ് കാസ്റ്റ് സിസ്റ്റം, കാസ്റ്റ്, റിലീജിയസ്, അൺടച്ചബിലിറ്റി, റിലീജിയസ് റിച്വൽസ്. അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ, പോസ്റ്റ്. മലയാളത്തിൽ പറഞ്ഞു. അതാ പറഞ്ഞുതരാട്ടോ. ഞാൻ അതൊന്ന് എഴുതിയിട്ട് പറഞ്ഞാ പോലെ. ഐഡൽ വേർഷിപ്പ്. അപ്പൊ നോക്കിയേ, ഒന്ന് എതിരാണ്. എന്തിനൊക്കെയാണ് എതിര്? ഏതിനൊക്കെയാണ് നമ്മൾ നോക്കണത്? ജാതിക്കെതിരായിരുന്നു, മതത്തിനെതിരായിരുന്നു, തൊട്ടുകൂടായ്മക്കെതിരായിരുന്നു, പിന്നെ റിലീജിയസ് ആചാരങ്ങൾക്കെതിരായിരുന്നു. ആചാരങ്ങൾ. അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങുകൾ. മരണാനന്തര ചടങ്ങുകൾ, പിന്നെ വിഗ്രഹാരാധന. പോസ്റ്റ് ഡെത്ത്. റിലീജിയൻ അല്ലേ? അതെ. വിഗ്രഹാരാധന. ഇതിനൊക്കെ എതിരായിരുന്നു ആര്? നമ്മുടെ കബീർ ദാസ് എന്ന് പറയുന്നത്. ഓക്കെ. മരിച്ച ശേഷമുള്ള മക്കളെ, മരിച്ച ശേഷം നമ്മൾ കുറെ ചടങ്ങ് നടത്തില്ല. കുറെ മറ്റേ ഹിന്ദുസിന്റെ ആണെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാർ മറ്റേ വായിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും, കുളിപ്പിക്കാൻ കൊണ്ടുപോകും. കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് കുറെ കാലമൊക്കെ തോളത്ത് വെച്ചിട്ട് ഇങ്ങനെ ബോഡിക്ക് ചുറ്റും ഇങ്ങനെ, അല്ലെങ്കിൽ ആ ബോഡിക്ക് ചുറ്റും എന്ത് ചെയ്യും, ഇങ്ങനെ കറങ്ങി നടക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതിനെയാണ് നമ്മൾ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് മൂപ്പര് പറയുന്നത്. അതായത് മരിച്ചിരിക്കുമ്പോ നമ്മളെ സുഗതകുമാരി ടീച്ചർ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സുഗതകുമാരി സുഗതകുമാരി ടീച്ചർ ഒരിക്കലും മൂപ്പത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ മരിച്ച ശേഷം എന്ത് ചെയ്യുക, എനിക്ക് കുറെ റീത്തും കുറെ പൂക്കളൊക്കെ വെച്ച് തന്നിട്ട് എനിക്ക് അങ്ങോട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് അറിയില്ല. അപ്പൊ നിങ്ങൾ എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ കുറച്ച് സ്നേഹം തന്നാൽ അതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു നമ്മുടെ സുഗതകുമാരി ടീച്ചർ.
ആ ആശയം തന്നെയാണ് കബീർദാസും പറയുന്നത്. പിന്നെ പറയുന്നത് ക്രിട്ടിസൈസ്ഡ് ആണ്. എന്തിനൊക്കെയാണ് ക്രിട്ടിസൈസ് ചെയ്തത്? സംസാരിക്കും മക്കളെ. ക്രിട്ടിസൈസ്ഡ് എന്തിനൊക്കെയാണ് മൂപ്പര് വിമർശിച്ചിരിക്കുന്നത്? വിമർശിച്ചത് എന്തിനൊക്കെയാണ് വിമർശിച്ചത്? നമുക്ക് നോക്കാം. ഒന്ന്, കാസ്റ്റിനെ വിമർശിച്ചു. രണ്ടാമത്തത് റിലീജിയനെ വിമർശിച്ചു. വേറൊന്ന് റേസിനെ വിമർശിച്ചു. റേസ് എന്ന് പറഞ്ഞ വംശം. പിന്നെ വിമർശിച്ചത് ലെഗസീനെയാണ്. ലെഗസി അതായത് പാരമ്പര്യം. ഞാൻ രാജാവിന്റെ പാരമ്പര്യത്തിൽപ്പെട്ടാണ്, ഞാൻ ക്ഷത്രിയ പാരമ്പര്യത്തിലാണ് എന്നൊക്കെ പറയില്ലേ, ആ സംഭവം. പിന്നെ വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത്. ഇതിനൊക്കെ മൂപ്പര് വിമർശിച്ചിട്ടുണ്ട്. കുറെ പൈസ ഉണ്ടെന്ന് എഴുതിയിട്ട് നിങ്ങൾ വലിയ ആളാവുന്നില്ല എന്നൊക്കെയാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാല് ഇൻഫ്ലുവൻസ്ഡ്. എന്താ മക്കളെ? വെൽത്ത് എന്ന് പറഞ്ഞ സമ്പത്താണ്. സമ്പത്ത് വിമർശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഈ കാര്യങ്ങളൊന്നും ഉണ്ട് എന്ന് എഴുതിയിട്ട് നിങ്ങൾ വലിയ ആളാവില്ല എന്നുള്ളതാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ ഭയങ്കര വംശത്തില് എന്താ പറയാ, ഭയങ്കര രാജാവിന്റെ അല്ലെങ്കിൽ ക്ഷത്രിയന്മാരുടെ പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് നിങ്ങൾ വലിയ ആളാവില്ല. നിങ്ങളെ പ്രവൃത്തി നല്ലതാണെങ്കിൽ മാത്രമേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ അംഗീകരിക്കുള്ളൂ എന്നുള്ളതാണ്. അതാണ് വിമർശിക്കുക എന്ന് പറഞ്ഞാൽ. എനിക്ക് അങ്ങനത്തെ സിസ്റ്റം ഒന്നും വേണ്ട, നിങ്ങൾ മനുഷ്യന്മാരായാൽ മതി. ഓക്കെ, നിങ്ങൾ വലിയ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരൊന്നും ആവണ്ട, നിങ്ങൾ മനുഷ്യന്മാരാവുക എന്ന് പറഞ്ഞത്. അതാണ് വിമർശിക്കുക എന്ന് പറഞ്ഞത്. കാസ്റ്റിനെയും റിലീജിയനെയും ഒക്കെ. ഇൻഫ്ലുവൻസ്ഡ് സൂഫി. കാസ്റ്റ് ജാതി മക്കളെ. വംശത്തിന് എന്താ എഴുതിയിട്ടുള്ളത്? റേസ്. അതായത് ഈ മറ്റേ കബീർദാസിന്റെ ഈ പ്രവർത്തനമൊക്കെ എന്ത് ചെയ്തിട്ട് ഇൻഫ്ലുവൻസ്ഡ്, സ്വാധീനിച്ചിട്ടുണ്ട്. എന്തിനെയൊക്കെ? നമ്മുടെ സൂഫി ഭക്തി മൂവ്മെന്റ്സിന്. സൂഫി ഭക്തി മൂവ്മെന്റ്, അതായത് ഈ സൂഫി ആയാലും ഭക്തി മൂവ്മെന്റ്സിൽ എല്ലാം പറഞ്ഞത് എന്താ? മനുഷ്യനാവുക, ജാതി മതമൊന്നും അല്ല നമുക്ക് വേണ്ടത്, നല്ല നല്ല മനുഷ്യന്മാരെയാണ് നമുക്ക് വേണ്ടത് എന്നാണ് സൂഫി ഭക്തി പ്രസ്ഥാനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ആരും പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ എന്താണ് ഇൻഫ്ലുവൻസ്ഡ് എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുക മക്കൾ. അതിന്റെ അടിയിൽ എഴുതിയിട്ടില്ലേ? നിങ്ങളിപ്പോ ഇത് എഴുതിയെടുക്കാൻ നിൽക്കണ്ട, ഞാൻ ഇതിന്റെ നോട്ട്സ് അയച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ ലെക്ചർ നോട്ട് പോലെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് ലെക്ചർ നോട്ട് പോലെ എഴുതിയാൽ മതി. ഇത് അതേപോലെ പകർത്തണ്ട, അത് ഞാൻ തരാം നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ. അപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മൂപ്പരുടെ അതായത് കബീർദാസ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സൂഫി ഭക്തി മൂവ്മെന്റ്സിൽപ്പെട്ട ആൾക്കാരും പറയുന്നത്. അപ്പൊ ആളുകൾക്ക് എന്ത് ചെയ്തു? ഈ കബീർദാസ് പറഞ്ഞത് തന്നെയാണ് ഇവർക്ക് മനസ്സിലായത്, ഇവർ പറയുന്നതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതുവഴി എന്ത് ചെയ്തു? നമ്മുടെ സൂഫി ഭക്തി മൂവ്മെന്റ് ഡെവലപ്ഡ് ആയി. കുറേയും കൂടി എന്ത് ചെയ്തു? കുറേയും കൂടി എന്താ പറയാ, കുറേ കൂടി വേഗത്തിൽ എന്ത് ചെയ്തു? ആളുകളുടെ ഇടയിൽ എത്തി ആ രണ്ട് മൂവ്മെന്റ്സും. പിന്നെ അടുത്തത് സ്വാധീനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നോക്കിയേ, ഗാന്ധിജിയുടെ അഹിംസ നമ്മളെ സ്വാധീനിക്കുകയാണ്. അതായത് എപ്പോഴും എന്ത് ചെയ്യാണ്? ഒരു അടി ഉണ്ടാക്കാത്ത ഒരു ആള്, അടിയൊന്നും ഉണ്ടാക്കാത്ത ഒരു കുട്ടി നിങ്ങളുടെ സ്കൂളിൽ. അപ്പൊ നമ്മൾ പറയുമോ ഗാന്ധിജിയാണ് പറയില്ലേ? അതായത് ഗാന്ധിജി ആ ആശയം എന്ത് ചെയ്യാം? അത് നല്ല ആശയമാണ്, അപ്പൊ അത് എനിക്ക് കൊടുക്കാം, എനിക്ക് ആ ആശയം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാം. ഇപ്പൊ ചില ആളുകളുണ്ട്, ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയമൊക്കെ പറയും അല്ലേ, അവൻ എന്താ പറയാ നായനാരുടെ ബാക്കിയാണ്, അല്ലെങ്കിൽ അവൻ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ശൈലി കോപ്പി അടിച്ചു എന്നൊക്കെ പറയില്ലേ നമ്മള്. അതായത് ഇപ്പൊ നമ്മൾ അനുകരിക്കുക എന്നൊക്കെ പറയില്ലേ. അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇമിറ്റേറ്റ് ചെയ്യലല്ല ആക്ച്വലി. സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനം എന്ത് ചെയ്യാ, ഓക്കെ അത് നമുക്കും കൂടി നല്ലതിനാണ് എന്നുള്ളൊരു ചിന്ത വരിക. അതാണ് സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാല് അപ്പൊ സൂഫി ഭക്തി മൊമെന്റ്സിനൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു. റിജക്ട് റിലീജിയസ് ട്രഡീഷൻ എന്ന് പറഞ്ഞാല് മതപാരമ്പര്യത്തിന് റിജക്ട് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി എന്നുള്ളതാണ്. ഒഴിവാക്കി, അതായത് ഈ മറ്റെന്താ പറയാ, നമ്മൾ കുറെ പണ്ട് മുതലേ ആചരിച്ചു വരുന്ന കുറെ ട്രഡീഷൻ ഉണ്ടല്ലോ,
അതായത് ഇപ്പൊ ഓണായി കഴിഞ്ഞാല് പൂവിടണം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. ഇത് അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് ഈ പറയുന്ന കാര്യം നിങ്ങൾ കബീർദാസ് പറഞ്ഞതുമായിട്ട് ഇക്വേറ്റ് ചെയ്യണ്ട, അല്ലെങ്കിൽ അതുമായിട്ട് എന്ത് ചെയ്യണ്ട, അസൈൻ ചെയ്യണ്ട. ഞാൻ പറയുന്നത് എന്താണ് ഈ മതപാരമ്പര്യം എന്നുള്ള കാര്യമൊക്കെയാണ്. അതായത് അല്ലെങ്കിൽ മതത്തിന്റെ ട്രഡീഷൻ എന്താന്നുള്ളതാണ്. അതായത് ഓണായി കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യും, പൂവിടും. അപ്പൊ കബീർദാസ് പറഞ്ഞ ഓണായി കഴിഞ്ഞാൽ പൂവൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല, വിഷു ആയി കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കണ്ട. ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അതാണ് ഈ റിലീജിയസ് ട്രഡീഷൻ. അപ്പം വിഷു ഒന്നും ഒരു മതത്തിന്റെ ഭാഗമല്ല കേട്ടോ. അത് ഞാൻ ആദ്യമേ പറയാം, ഞാൻ നിങ്ങൾക്ക് ഒരു കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ. അപ്പൊ റിജക്ട് റിലീജിയസ് ട്രഡീഷൻ, മത പാരമ്പര്യത്തിന് എന്ത് ചെയ്തു, മൂപ്പര് എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഗ്നോർഡ് എക്സ്റ്റേണൽ റിലീജിയസ് റിച്വൽസ് ഓഫ് റിലീജിയൻ. അതായത് ഈ മതത്തിന് പുറത്ത് നടക്കുന്ന ചടങ്ങ്, മതത്തിന് പുറമേ നടക്കുന്ന ചടങ്ങിനെ ഒഴിവാക്കി അല്ലെങ്കിൽ വിമർശിച്ചു എന്ന് പറയാം. ഓക്കെ. അതായത് ഈ മതത്തിന് പുറത്ത് നടക്കുന്ന ഒരുപാട് ചടങ്ങുകളുണ്ട്. അതായത് മതമായിട്ട് ബന്ധമില്ല, എന്നാൽ മതത്തിന് ചാരിയിട്ടാണ് ഈ പണികളൊക്കെ നടക്കുന്നത്. ഓക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, മക്കളെ സംസാരിക്കില്ലേ അങ്ങനത്തെ എന്ത് ചെയ്തു, സാധനങ്ങളൊക്കെ കബീർദാസ് എതിർത്തു. അതുപോലെ തന്നെ പിന്നെ ബിലീവ്ഡ് മക്കളെ സംസാരിക്കല്ലേ, ഫോംലെസ് ഗോഡ്, ഭക്തി ഫോർ സാൽവേഷൻ. മക്കളെ നോക്കിക്കേ, ബിലീവ്ഡ് ഫോംലെസ് ഗോഡ്, അതായത് അരൂപിയായിട്ടുള്ള, രൂപമില്ലാത്ത അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചു. അതായത് ദൈവം എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ നമ്മള് ഈ ഹിന്ദുസിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ ഒക്കെ പോലെ ഒരു രൂപം ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം, കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു പുല്ലാങ്കുഴല്, ഒരു ഓടക്കുഴലൊക്കെ വെച്ചിട്ട് നടക്കുന്ന ആളാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ ശിവന്റെ തലയിൽ കൂടെ ഇങ്ങനെ എന്താ പറയാ ഒരു നദി ഒഴുകും. ഒരു ചന്ദ്രക്കല ഉണ്ടാവും ശിവന്റെ തലേന്റെ മുകളില്. ഇപ്പൊ കയ്യിലൊരു ശൂലുണ്ടാവും. സരസ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കില്ല, സരസ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കയ്യിലൊരു വീണ ഉണ്ടാവും. ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജീസസ്, ക്രിസ്തു എന്ന് പറയുമ്പോൾ എന്താ, ഒരു കുരിശിൽ ഇങ്ങനെ കിടക്കുന്ന ആളായിരിക്കും. ഇതിനൊക്കെ ഒരു രൂപം ഉണ്ടല്ലോ. പക്ഷെ ഈ കബീർദാസ് പറഞ്ഞത് ദൈവത്തിന് അങ്ങനെ ഒരു രൂപമൊന്നുമില്ല. ഓക്കെ. അങ്ങനെ അരൂപിയായിട്ടുള്ള, രൂപമില്ലാത്ത ഒരു ദൈവത്തിലെയാണ് ആര് വിശ്വസിച്ചത്, നമ്മുടെ കബീർദാസ് വിശ്വസിച്ചത്. ഇവിടെ നോക്കി, ഭക്തി ഫോർ സാൽവേഷൻ. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഭക്തി എന്തിനാണ്, ഭക്തി മോക്ഷത്തിനാണ്. ഭക്തി എന്ന് പറയുന്നത് എന്തിനാണ്, മോക്ഷത്തിനാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറയാം, റിജക്ട് റിലീജിയസ് ട്രഡീഷൻ, അതായത് മതപാരമ്പര്യത്തിനൊക്കെ എതിർത്തിട്ടുണ്ട്. ഇഗ്നോർഡ് എക്സ്റ്റേണൽ റിച്വൽസ് ഓഫ് റിലീജിയൻ, മതത്തിന് പുറമേ നടക്കുന്ന മറ്റേ പറയാ ചടങ്ങുകളൊക്കെ എന്ത് ചെയ്തു, വിമർശിച്ചു. ബിലീവ്ഡ് ഫോംലെസ് ഗോഡ്, ഭക്തി ഫോർ സാൽവേഷൻ, അതായത് അരൂപിയായിട്ട് ഒരു രൂപമില്ലാത്ത ദൈവത്തിനെയാണ് മൂപ്പര് വിശ്വസിച്ചത്. ഭക്തി എന്ന് പറയുന്നത് എന്തിനാണ്, മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ മോക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വരികയാണ്. ഓക്കെ. ഇതൊക്കെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് വരിക, അതിനാണ് ഭക്തി എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെ ഒരു മാർഗമാണ് ഭക്തി. ഇപ്പൊ നമ്മൾ ആ സാൽവേഷൻ, മോക്ഷത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ് ഭക്തി എന്ന് മാത്രമാണ് ആര് പറഞ്ഞത്. അല്ലാതെ ഭക്തി എന്ന് പറഞ്ഞ കുറെ കാട്ടിക്കൂട്ടേണ്ട കാര്യമല്ല എന്നൊക്കെ മൂപ്പര് പറഞ്ഞു ഇതിലൂടെ. ഭക്തി എന്ന് പറയുന്നത് എന്താ, നമുക്ക് സെൽഫായിട്ട് പ്രാർത്ഥിക്കാനുള്ളതാണ്. ആ കുറെ സെൽഫായിട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ടുള്ള മെച്ചം എന്താ, നമുക്ക് സാൽവേഷൻ എത്തും. ആരും കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട, ഭക്തിയൊന്നും വേണ്ട, നിങ്ങളുടെ ഉള്ളിൽ തന്നെ മതി എന്നാണ് നമ്മുടെ കബീർദാസ് പറഞ്ഞിട്ടുള്ളത്. വേറെ ഇതിന്റെ കബീർദാസിന്റെ ഒരു ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല്, മൂപ്പര് എന്ത് ചെയ്തു, ട്രാവൽ ആൻഡ് സ്പ്രെഡ്. ഈ മൂപ്പര് എന്ത് ചെയ്തു, യാത്ര ചെയ്തു. മൂപ്പരുടെ ആശയങ്ങൾ എന്ത് ചെയ്തു, സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ പറയാ, വിശാലമാക്കി.
വിശാലമാക്കുക എന്ന് നമുക്ക് പറയാം. വിശാലമാക്കുക. ഓക്കെ, ആശയങ്ങള് ഇപ്പോ ലെവലിൽ എന്താ പറയാ എത്തിക്കുക. എല്ലാവരിലേക്കും എത്തിച്ചു. അതന്നെ, അത്രേ ഉള്ളൂ. അതായത് മക്കളെ സംസാരിക്കില്ല, ആരാണത്? ഓക്കെ, ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ മൂപ്പര് പല സ്ഥലത്തു കൂടി നടന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ ആശയങ്ങൾ എന്ത് ചെയ്തു. നമ്മൾ ഈ ഭക്തി മൂവ്മെന്റ്സിൽ പറഞ്ഞ ആൾക്കാർ തന്നെ, നായനാരും ആഴ്വരൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു, എല്ലാ നാട് നീളെ നടന്നിട്ട് ഇങ്ങനെയൊക്കെ പുതിയ ആശയങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലാണ് ആരും നമ്മുടെ കബീർ ദാസ് എന്ത് ചെയ്തത്, വർക്ക് ചെയ്തത് അല്ലെങ്കിൽ ചെയ്തത്. ക്ലിയർ ആണോ? ഇത്രയും പോയിന്റുകൾ ക്ലിയർ ആണോ? ക്ലിയർ ഓക്കെ ആണല്ലോ. ഓക്കെ, ഏതാണ് ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ആള്? അടുത്ത് പറയാൻ പോകുന്നത് ഗുരു നാനാക്കിനെയാണ്. ഗുരു നാനാക്ക്. ഗുരു നാനാക്കിനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗുരു നാനാക്ക് എന്ന് പറഞ്ഞ ആള്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സാർ. കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, മതി 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 മതി. ഗുരു നാനാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിഖ് മതം ഉണ്ടല്ലോ, സിഖ് മതം, ഈ സിഖ് മതം സ്ഥാപിച്ച ആളുടെ പേരാണ് ഗുരു നാനാക്ക്. നിങ്ങളിപ്പോ അമൃത്സർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പഞ്ചാബില്, കണ്ടിട്ടുണ്ടോ? അവിടെ എന്താ പറയാ, സുവർണക്ഷേത്രമുണ്ട്. സുവർണക്ഷേത്രം പഞ്ചാബിൽ തന്നെ സുവർണക്ഷേത്രം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? കേട്ടിട്ടുണ്ട് സാർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്താ സംഭവം? ബ്ലൂ സ്റ്റാർ ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ ഞാൻ ഈ ഗുരുനാനാക്കും അതുപോലെ തന്നെ നമ്മുടെ സുവർണക്ഷേത്രം ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യം പറഞ്ഞ എന്താണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ? ആർക്കെങ്കിലും അറിയോ? ഇല്ല. ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. എന്താണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ? കേട്ടിട്ടുണ്ടോ? നമ്മുടെ വളരെ പറയാം. വളരെ പ്രധാനമാണ് ഇന്ത്യയുടെ ഒരു മറ്റെന്താ പറയാ, ഭയങ്കര ശക്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ വധം വരെ എത്തിയ ഒരു പ്രശ്നം. അതായത് അയാളെ കൊന്നു ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം. അത്ര ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ഭീകരപ്രവർത്തനം എന്നല്ല, ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബിലെ അമൃത്സറിലുള്ള സുവർണക്ഷേത്രം, ഈ സുവർണക്ഷേത്രത്തില് കുറെ ഭീകരവാദികൾ എന്ത് ചെയ്തു, നുഴഞ്ഞു കയറി. മനസ്സിലായോ? ഈ സുവർണക്ഷേത്രത്തിലേക്ക് കുറെ ഭീകരവാദികൾ എന്ത് ചെയ്തു, നുഴഞ്ഞു കയറി. അപ്പോഴാണ് നമ്മുടെ മക്കളെ, അപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി അവിടെ എത്തി. അവിടെ എത്തിയിട്ട് പറഞ്ഞു, മക്കളെ സംസാരിക്കില്ലടാ, മ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ നിങ്ങള്. അതായത് പറയുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പറയാൻ. ദയവേത് നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്ത് സംസാരിക്കും, ബാക്കിയുള്ളവരെ കേൾപ്പിക്കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ നമ്മുടെ ഈ സുവർണ ക്ഷേത്രത്തിൽ കുറെ ഭീകരവാദികൾ എന്ത് ചെയ്തു, നുഴഞ്ഞു കയറി. അപ്പൊ നമ്മുടെ ഇന്ദിരാഗാന്ധി വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഭീകരവാദികൾക്കൊന്നും കയറി ഇരിക്കാനുള്ള സ്ഥലം അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉടനടി അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. പക്ഷെ ആരും ഇറങ്ങിയില്ല. അപ്പൊ എന്ത് ചെയ്തു, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വഴി എന്ത് ചെയ്തു, നമ്മുടെ ഇന്ദിരാഗാന്ധി അതിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള എല്ലാ ഭീകര പ്രവർത്തകരെയും, എനിക്ക് തോന്നുന്നു ഖലിസ്ഥാൻ വാദികളാണ് അതിന്റെ ഉള്ളിൽ കയറിയത് എന്നാണ് എന്റെ സംശയം. ഖലിസ്ഥാൻ വാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് സിഖ് ടൈപ്പ് ആൾക്കാരാണ്. അത് പറയുന്നത് എന്താ വെച്ചാല്, സിഖുകാരല്ല, എനിക്ക് തോന്നുന്നു എന്താ പറയാ, ഖലിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം വേണം എന്ന ആശയം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ ഖലിസ്ഥാൻ വാദികൾ. എന്റെ ഒരു ഓർമ്മ അതാണ്. നിങ്ങളതുണ്ടെങ്കിൽ ഒന്ന് തിരുത്തണം. ഓക്കെ, അപ്പോ ഈ ഖലിസ്ഥാൻ വാദികളെ എന്ത് ചെയ്തു, ആൾക്കാര് വെടിവെച്ച് കൊന്നു, നമ്മളെ പട്ടാളക്കാര്. അപ്പോ ഇത് കണ്ട, അതായത് ഈ ഇതിൽ കുറെ സിഖുകാർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഇന്ദിരാഗാന്ധിയുടെ ഒരു അംഗരക്ഷകൻ, ഓക്കെ, 1984 ഒക്ടോബർ 30 ഇന്ദിരാഗാന്ധി എവിടെയോ പോകുമ്പോ ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം കുറെ ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നു. ആ ബോഡി ഗാർഡ്സിൽ ഉള്ള ഒരാള് ഇന്ദിരാഗാന്ധിക്ക് നേരെ വെടിവെച്ച് കൊല്ലുക ചെയ്തത്. അത് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ മറ്റെന്താ പറയാ, പ്രതികാര നടപടിയായിരുന്നു. ഓക്കെ,
ഓക്കെ, അപ്പൊ ഞാൻ ഇത് എന്താ പറയുക, ചുമ്മാ നിങ്ങൾക്ക് ഇത് അറിയണം വേണ്ടിയിട്ട് പറഞ്ഞത്. അതായത് ഇന്ദിരാഗാന്ധിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഓക്കെ, അപ്പോ ഗുരുനാനാക്ക് എന്ന് പറയുന്നത് സെയിം. ഗുരുനാനക്കിന്റെ ആരാ ഇന്ദിരാഗാന്ധി? ഗുരുനാനാക്കിന്റെ ആരുമല്ല ഇന്ദിരാഗാന്ധി. ഗുരുനാനാക്ക് വേറെ, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. 15ാമത്തെ നൂറ്റാണ്ടിലാണ് മൂപ്പര് ജനിച്ചത്, ഗുരുനാനാക്ക് 15th സെഞ്ചുറിയില്. നോക്കിക്കേ, പഞ്ചാബില് ഷേഖ്പൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഷേഖ്പൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് തൽവണ്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം, അത് ഇന്നത്തെ പാകിസ്ഥാനിലാണ്. നമ്മൾ വിചാരിക്കും പഞ്ചാബ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന പഞ്ചാബാണ്. അതല്ല, ഇന്ന് കാണുന്ന പഞ്ചാബ് അല്ല, അത് പാകിസ്ഥാനിലും ഉണ്ട് പഞ്ചാബ്. ആ പഞ്ചാബില് ഷേഖ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ തൽവണ്ടി എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമത്തിലാണ് ആര് ജനിച്ചത്? നമ്മുടെ ഗുരുനാനാക്ക് ചെയ്തത്. മൂപ്പരും കബീർദാസിനെ പോലെ ട്രാവൽ ചെയ്തു, യാത്ര ചെയ്തു, സ്പ്രെഡ് ചെയ്തു. മൂപ്പര് ആശയങ്ങളൊക്കെ എന്ത് ചെയ്തു? ആളുകളിലേക്ക് എത്തിച്ചു, സ്പ്രെഡ് ചെയ്തു. ഈ മൂപ്പര് ഈ പറഞ്ഞ പോലെ എതിരായിരുന്നു. എതിര് എന്തിനൊക്കെയായിരുന്നു മൂപ്പര് എതിര്? മൂപ്പര് മറ്റേ ഈ മീനിങ്ലെസ് ആയിട്ടുള്ള റിച്വൽസിനെതിരായിരുന്നു. മീനിങ്ലെസ് റിച്വൽസ്, അതായത് യുക്തിയില്ലാത്ത ആചാരങ്ങൾ, യുക്തിയില്ലാത്ത ആചാരങ്ങൾക്കെതിരായിരുന്നു. എന്താണ് ഈ ഓക്കെ യുക്തിയില്ലാത്ത ആചാരങ്ങൾ? മക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഗരുഡ തൂക്കം എന്ന് കേട്ടിട്ടുണ്ടോ? ഗരുഡ തൂക്കം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രധാനമായിട്ടും തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടില്, കേരളത്തിൽ അങ്ങനത്തെ ആചാരങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയണത്, എന്റെ ഒരു ഓർമ്മ. അതായത് ഗരുഡ തൂക്കം എന്ന് പറഞ്ഞ ആളുകൾ, നിങ്ങൾ ദശാവതാരം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയും. ഈ നമ്മുടെ കമലഹാസന്റെ പുറത്ത് കമ്പി കൊണ്ട് കൊളത്തിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടു, കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതാണ് ഗരുഡ തൂക്കം എന്ന് പറഞ്ഞത്. അതിന് വല്ല യുക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യുക്തിയില്ല. പിന്നെ ചില അമേരിക്കയില്, ഞാൻ ഇപ്പൊ കുറച്ചു മുൻപ് ഒരു വീഡിയോ കണ്ടായിരുന്നു. അമേരിക്കയിൽ ഈ 2 സൈഡും ബ്ലേഡ് രൂപത്തിലുള്ള സാധനം എടുത്ത ആളുകൾ ഇങ്ങനെ പുറത്തടിക്കും. നമ്മളെ അത് ഈ അമീർ ഖാന്റെ PK എന്ന് പറഞ്ഞ സിനിമയിൽ കാണാം. നിങ്ങൾ ആ സിനിമ കാണണം കേട്ടോ. കാരണം നമ്മള് ഉണ്ട്, അതായത് കുറെ ഇങ്ങനെ അടിക്കുമ്പോൾ ദേഹമൊക്കെ ഇങ്ങനെ മുറിഞ്ഞു വരും, ചോരയൊക്കെ വരും. ഓക്കെ, അത് എനിക്കറിയില്ല ആരാണ് ചെയ്യുന്നത്, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതിനൊക്കെയാണ് യുക്തിയില്ലാത്ത ആചാരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സാറേ സിനിമന്റെ പേരെന്താണ്? എന്താണ്? PK. ഓക്കെ, അത് ചുമ്മാ നിങ്ങൾ ഇപ്പൊ കാണണ്ട, ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ കാണണ്ട. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആവുമ്പോ കണ്ടാൽ മതി. പ്രൊപ്പഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊപ്പഗേറ്റ് എന്ന് പറഞ്ഞാൽ മൂപ്പര് എന്താ പറയാ, വിശാലമാക്കുക എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഐഡിയാസ് എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊപ്പഗേറ്റ് എന്ന് പറഞ്ഞാൽ. പരത്തുക, ആശയം പരത്തുക എന്ന് പറയില്ലേ നമ്മൾ. ആശയം പടർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ആശയങ്ങളാണ് മൂപ്പര് പ്രൊപ്പഗേറ്റ് ചെയ്തത്? ഒന്ന് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താണ് ഇക്വാലിറ്റി? തുല്യത. അതായത് ആളുകളെല്ലാം തുല്യരാണ് എന്ന് പറഞ്ഞു മൂപ്പര്. അതുപോലെ തന്നെ ബ്രദർഹുഡ്, സാഹോദര്യം. വെരി ഗുഡ്. സാഹോദര്യം. അതുപോലെ തന്നെ ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. വെരി ഗുഡ്, സ്നേഹം. അതുപോലെ തന്നെ റിലീജിയസ് മതസഹിഷ്ണുത. മതസഹിഷ്ണുത. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഗുഡ്നെസ് എന്ന് പറഞ്ഞാൽ നന്മ. ഓക്കെ, ഇതൊക്കെ ആരെന്ത് ചെയ്തിട്ടുണ്ട് നോക്കിയേ? ഈ ഗുരുനാനാക്ക് സ്പ്രെഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ ആശയങ്ങളൊക്കെ മൂപ്പര് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇക്വാലിറ്റി തുല്യത, ബ്രദർഹുഡ് സാഹോദര്യം, ലവ് സ്നേഹം, അതുപോലെ തന്നെ റിലീജിയസ് ടോളറൻസ് മതസഹിഷ്ണുത, അതുപോലെ തന്നെ ഗുഡ്നെസ് നന്മ. പിന്നെ മൂപ്പര് എന്തിനൊക്കെ എതിരായിരുന്നു? ഇനി എതിര് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. എന്തിനൊക്കെയായിരുന്നു? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനം, ഐഡോൾ വേർഷിപ്പ്,
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹാരാധന, പിൽഗ്രിമേജ്. അത് നിങ്ങൾക്ക് കിട്ടുമോ നോക്കട്ടെ. പിൽഗ്രിമേജ് എന്താണ് ഈ പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാല്? തീർത്ഥാടനം. വെരി ഗുഡ്. തീർത്ഥാടനം. അതായത് ഇതിനൊക്കെ ആരെതിരായിരുന്നു? നമ്മുടെ ഗുരുനാനാക്ക് എതിരായിരുന്നു. ക്ലിയർ ആണോ? എന്തിനൊക്കെ എതിരായിരുന്നു? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഐഡൽ വേർഷിപ്പ്, പിൽഗ്രിമേജ്. ഐഡൽ വേർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഗ്രഹാരാധന. ഓക്കെ, പിൽഗ്രിമേജ് ഇതിനൊക്കെ എന്ത് ചെയ്തു? മൂപ്പരെതിരായിരുന്നു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദ്യം ചെയ്യാട്ടോ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്യുക. എന്തിനാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്? എക്കണോമിക് ഇനീക്വാളിറ്റീനെ, അല്ലെങ്കിൽ സാമ്പത്തിക അസമത്വം. സാമ്പത്തിക ഇനീക്വാളിറ്റി പറയുമ്പോ എന്താണ്? ഇനീക്വാളിറ്റി പറയുമ്പോ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അസമത്വം. അതായത് പൈസ ഉള്ള ആളുകൾ ഒരു ഭാഗം, പൈസ ഇല്ലാത്ത ആളുകളെ, ഈ പൈസേനെ വെച്ചിട്ട് നമ്മൾ ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം. അപ്പൊ പൈസ ഉള്ളവൻ ഭയങ്കരാണ്, പൈസ ഇല്ലാത്തവൻ മണ്ടനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആക്കുന്നതിനാണ് ഈ എക്കണോമിക് ഇനീക്വാളിറ്റി എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ എൻകറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കാനാണ്. പ്രോത്സാഹനം. എന്തിനൊക്കെയാ പ്രോത്സാഹിപ്പിച്ചേ? മൂപ്പര് പറഞ്ഞു എന്താ പറയാ, ടോക്സിക് ആയിട്ടുള്ള സാധനം, ടോക്സിക്കൻസ്, അതായത് ലഹരി ഉപയോഗം. അതാണ് ലഹരി വർജനം. ലഹരി വർജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലഹരിയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ലഹരി വർജനം. അല്ലെങ്കിൽ എന്താ പറയാ, അബ്സ്റ്റെയിൻ ഫ്രം ഇൻടോക്സിക്കൻസ് എന്ന് പറയും. അബ്സ്റ്റെയിൻ ഫ്രം ഇൻടോക്സിക്കൻസ്. അത് മദ്യമാണെങ്കിലും അതുപോലെ തന്നെ മയക്കുമരുന്നാണെങ്കിലും അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും അതൊന്നൊക്കെ വിട്ടു നിൽക്കാൻ ആളുകളോട് എന്ത് ചെയ്തു? മൂപ്പര് പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ ലങ്കാർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ലങ്കാർ. ഓക്കെ, ലങ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ മക്കളെ, ലങ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് കിച്ചൺ ആണ്. പബ്ലിക് കിച്ചൺ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചൺ. അതായത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും അന്നത്തെ കാലത്ത് നമ്പൂതിരിമാർ മാത്രമേ നമ്പൂതിരിമാർക്ക് വെക്കാൻ പാടൂ, അതായത് പാചകം ചെയ്തു കൊടുക്കാൻ പാടൂ. താഴ്ന്ന ജാതിക്കാർക്ക് നമ്പൂതിരിമാര് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കരുത്. ഇങ്ങനത്തെ കുറെ റൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു. വൃത്തിയിട്ടൊരു കാലഘട്ടമായിരുന്നു. അപ്പോ അന്നത്തെ കാലത്താണ് ഗുരുനാനാക്ക് എന്ത് ചെയ്തത്? ലങ്കാറുകൾ സ്ഥാപിക്കുന്നത്. ലങ്കാർ എന്താണ്? ലങ്കാർ പബ്ലിക് കിച്ചൺ. അതായത് എല്ലാ ആളുകൾക്കും ഒപ്പിരുന്ന് കഴിക്കാനും ഒരേ സ്ഥലത്തുനിന്ന് ഭക്ഷണം. അവിടെ മറ്റേ ബ്രാഹ്മണൻ എന്നില്ല, ക്ഷത്രിയൻ എന്നില്ല, എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും ഈ കമ്മ്യൂണിറ്റി കിച്ചണിൽ അല്ലെങ്കിൽ പബ്ലിക് കിച്ചണിൽ വരാം, ഭക്ഷണം കഴിക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും. ഓക്കെ, ഈ ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്തു? ഐഡിയാസ് ഈ സിഖ് റിലീജിയന്റെ ഫോർമേഷൻ സഹായിച്ചു. അതായത് ഈ ആശയങ്ങളൊക്കെ വെച്ചിട്ട് എന്താ? സിഖ് മതരൂപീകരണം. ഓക്കെ, ഈ ആശയങ്ങളൊക്കെ വെച്ചിട്ടാണ് പിന്നീട് എന്ത് ചെയ്ത് ഗുരുനാനാക്കിന്റെ അനുയായികൾ വന്നിട്ട് സിഖ് മതം എന്ന് പറഞ്ഞിട്ടൊരു മതം രൂപീകരിച്ചത്. ഓക്കെ മക്കളെ, ഇന്ന് നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് ടെക്നിക്കലി കുറച്ച് പ്രശ്നം ഉണ്ടായി, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോ നമുക്ക് തൽക്കാലം ഇന്ന് ഇത്ര വെച്ച് നിർത്താം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ എന്തായാലും ഞാൻ ഇന്ന് ചെന്നിട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. വൃത്തിക്ക് നോട്ട് എഴുതിയിട്ട് അയച്ചു തരാം. പറയും ഗുരുനാനാക്ക് പ്രോത്സാഹിപ്പിച്ചതൊന്ന് പറഞ്ഞുതരുമോ? ഗുരുനാനാക്ക് പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ്. നോക്കിയേ, ലഹരി വർജിക്കുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ളതാണ് അർത്ഥം. അതായത് ഈ ലഹരി നമ്മൾ ഇന്ന് പറയുന്ന പോലെ തന്നെ ലഹരികളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് അന്നത്തെ കാലത്ത് തന്നെ ഈ മദ്യമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ പുരാണത്തിൽ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, സോമരസം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അതൊരു ടൈപ്പ് ഓഫ് മദ്യം തന്നെയാണ് ഈ സോമരസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ പണ്ട് കാലത്തെ ഈ സോമരസമൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ ഉണ്ട് ആ ഒരു ടേം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മദ്യം, അതൊരു കൈൻഡ് ഓഫ് ആൽക്കഹോൾ ആണ്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കരുത്. നമ്മുടെ ആരോഗ്യം മുഴുവൻ എന്ത് ചെയ്യണം?
നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു ഗുരുനാനക്. ഓക്കെ, അത്രേ ഉള്ളൂ. സാറേ ഓക്കെ മക്കളെ, അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ടൈം ആയി. സാറേ ബൈ ഓ സാർ. പറയൂ. ആ bye. Thank you, sir. Thank you. സാറേ ആ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. വെരി 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 താങ്ക് യു സർ. ഓക്കെ. വെരി വെരി താങ്ക് യു. Thank you, sir. ക്ലാസ് കഴിഞ്ഞു സാറേ. Sir, leave it. മക്കളെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. Okay, sir. Thank you, sir.